കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കാം. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ജീവന്റെ അപ്പത്തെക്കുറിച്ച്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച്, ഈശോ തന്നെയാകുന്ന ജീവന്റെ അപ്പത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവാൻ ഈശോ അവരെ ആഹ്വാനം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് കണ്ട് വിശ്വസിക്കാനായിട്ട് നീ എന്തടയാളമാണ് പ്രവർത്തിക്കുക? ഒരടയാളം കണ്ടു വിശ്വസിക്കുവാൻ അവരാവശ്യപ്പെടുകയാണ്. പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ മന്ന അടയാളമായും അനുഭവമായും ലഭിച്ചു. അതവരെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈശോ അവരോട് പറയുകയാണ്, മോശ നിങ്ങൾക്ക് വേണ്ടി അടയാളമായിട്ട് അത്ഭുതകരമായിട്ട് അപ്പം തന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. സ്വർഗത്തിൽ നിന്ന് എൻ്റെ പിതാവാണ് അപ്പം നിങ്ങൾക്ക് നൽകിയത്.
ഇനിയും എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകുന്ന യഥാർത്ഥമായ അപ്പം, അത് ലോകത്തിന് ജീവൻ നൽകുന്ന ആ അപ്പം, അത് ഞാൻ തന്നെയാണ്. അതാണ് ഈശോ പറയുക. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന യഥാർത്ഥ അപ്പം, അതാണ് ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം, അത് ഞാനാണ്. പക്ഷെ മറ്റൊരിടത്ത് പറഞ്ഞല്ലോ, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുകയാണ്. അപ്പോൾ ഈശോ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനാണ്. ആ ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ്. ആ ജീവൻ നൽകുന്ന അപ്പം താൻ തന്നെയാണ് എന്ന് ഈശോ പറയുകയാണ്. എൻ്റെ അടുത്തു വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, ഈശോയുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ഒരു അനുഭവമാണിത്. ദാഹത്തോടെ വരുന്നവൻ ദാഹം ശമിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമരിയാക്കാരി ഏറെ ദാഹത്തോടെ കിണറ്റിൻകരയിലേക്ക് നട്ടുച്ചയ്ക്ക് ജലം കോരിയെടുക്കാൻ വന്നവളാണ്. അവളോടാണ് ഈശോ ദാഹജലം ചോദിക്കുന്നത്. എന്നാൽ ഈശോയുമായുള്ള ആ കണ്ടുമുട്ടലിലൂടെ, വ്യക്തിപരമായ സംഭാഷണത്തിലൂടെ, ഈശോയുടെ അടുക്കൽ, ആ സാമീപ്യത്തിൽ അടുക്കൽ വന്നതിലൂടെ, ആയിരുന്നതിലൂടെ അവൾ ഈശോയെ തിരിച്ചറിയുകയാണ്. അവൾ ഈശോയിൽ നിന്ന് ഈശോ വാഗ്ദാനം ചെയ്ത ആ ജീവന്റെ ജലം പ്രാപിക്കുവാനായിട്ട് ദാഹിച്ചുകൊണ്ട് ആ ജീവജലം എനിക്ക് കുടിക്കാൻ തരിക എന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ജീവന്റെ ജലമാകുന്ന പരിശുദ്ധാത്മാവിനെ അവൾ അനുഭവിക്കുകയാണ്. ദാഹം ശമിപ്പിക്കപ്പെട്ടവളായി, ദാഹം ശമിച്ചവളായി അവൾ കുടം വച്ച് പട്ടണത്തിലേക്ക് പോവുകയാണ്. ഇതാ എല്ലാ ദാഹവും ശമിപ്പിക്കുന്ന യഥാർത്ഥ ജീവന്റെ ഉറവ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവാൻ. ഈശോ പറഞ്ഞത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നാണ്. നമ്മുടെ ദാഹവും നമ്മുടെ വിശപ്പും ശമിപ്പിക്കപ്പെടുവാൻ നമ്മൾ ആശ്രയിക്കേണ്ട അപ്പം, ജലം, അത് ഈശോയുടെ ഹൃദയത്തിലാണ്. ഈശോയുടെ ഹൃദയമാണ്, ഈശോ തന്നെയാണ്. ആണ് ഈശോ ഇവിടെ പറയുക, ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് ജീവന്റെ അപ്പം. ഈ ആത്മീയ സത്യം, ഈശോയാകുന്ന അപ്പം ഭക്ഷിക്കുവാൻ, ഈശോയാകുന്ന ജീവൻ നുകരുവാൻ, ഈശോ നൽകുന്ന ജീവന്റെ ജലം നുകർന്ന് നമ്മുടെ ഹൃദയദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനു നാം ഈശോയുടെ അടുക്കൽ വരണം, ഈശോയുടെ സമീപത്തിരിക്കണം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹത്തിൻ്റെ ജീവന്റെ ജലം നാം നുകർന്നെടുക്കണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നുള്ള ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുകയാണ്, അവിടുന്ന് നമുക്ക് പാനീയമായി സ്വയം പകർന്നു നൽകുന്നുവെന്ന്. അവിടുത്തെ സ്നേഹത്തെ പാപ്പ വിശേഷിപ്പിക്കുന്നത് പാനീയമായി പകർന്നു നൽകുന്ന സ്നേഹമെന്നാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ പെസഹ വ്യാഴാഴ്ച അപ്പം കയ്യിലെടുത്ത് ആശീർവദിച്ചുകൊണ്ട് ഈശോ പറഞ്ഞത് അങ്ങനെയാണ്, വിശക്കുന്നവൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, ദാഹിക്കുന്നവൻ കുടിക്കട്ടെ. ഇതാ നിങ്ങൾക്കായി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. നമുക്കായി നൽകപ്പെട്ട പാനീയം അത് ഈശോയുടെ രക്തമാണ്, അത് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ആ ഹൃദയത്തിൽ നിന്ന്
ആ ജീവരക്തം കുടിക്കുവാൻ പരിശുദ്ധ കുർബാനയിലൂടെ നമുക്കത് സാധിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങളില് പുരോഹിതൻ അപ്പം കരങ്ങളിൽ എടുത്തുകൊണ്ട് കൂദാശ വചനങ്ങൾ ഉച്ചരിച്ച് ഇതെന്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ ആ തിരുവചനങ്ങള്, ആ കൂദാശ വചനങ്ങള് ഉച്ചരിക്കപ്പെടുമ്പോൾ ആ അപ്പം ഈശോയുടെ ശരീരമായി മാറുകയാണ്. തിരുക്കാസയിൽ വീഞ്ഞ് എടുത്ത് ഉയർത്തിക്കൊണ്ട് ആശീർവദിച്ച് ഇതെന്റെ രക്തമെന്ന് അരുളി ചെയ്യുമ്പോൾ, വാങ്ങി കുടിക്കുവിനെന്ന് പറയുമ്പോൾ അത് ഈശോയുടെ രക്തമായി മാറുകയാണ്. ഈ വിശ്വാസത്തോടെ നമ്മളത് പാനം ചെയ്യുമ്പോൾ നമുക്കത് ജീവനായിട്ട് ഭവിക്കുകയാണ്, നിത്യജീവനായിട്ട് ഭവിക്കുകയാണ്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് ദിവ്യകാരുണ്യ അപ്പത്തിൽ ഈശോ സന്നിഹിതനായിരിക്കുമ്പോൾ ഈശോയുടെ അടുത്ത് വിശ്വാസത്തോടെ കടന്നു വന്ന് ആ ദിവ്യകാരുണ്യ അപ്പത്തെ നോക്കിയിരിക്കുമ്പോൾ ഈശോയുടെ ജീവൻ നമ്മിൽ നിറയുകയാണ്. ആ പരിശുദ്ധ കൂദാശയിൽ നിർഗളിക്കുന്ന ആ ജീവദായകമായ ശക്തി, ആ ജീവപ്രകാശം, ആ സ്നേഹ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ സ്നേഹ ചൈതന്യം നമ്മെ ജീവനുള്ളതാക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല. ദിവ്യകാരുണ്യത്തിൽ അനേകർ ഈശോയെ കാണുന്നുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ കാണപ്പെടാവുന്ന ഈശോയുടെ ദൃശ്യ സാന്നിധ്യം ഏറ്റവും പരമമായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയിലാണ്, ദിവ്യകാരുണ്യത്തിലാണ്. എന്നാൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വെറും ഗോതമ്പ് അപ്പമാണ്. അതേ ഗോതമ്പ് അപ്പത്തില് വിശ്വാസി ദൈവത്തെ കാണുന്നു, ഈശോയെ കാണുന്നു, ഈശോയുടെ മാംസരക്തങ്ങൾ കാണുന്നു. വിശ്വാസത്തോടെ ഈശോയുടെ ശരീരരക്തങ്ങളെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈ യഥാർത്ഥമായ അപ്പം ദൈവപിതാവ് നൽകിയ തൻ്റെ സുപുത്രനായ ഈശോയുടെ ശരീരരക്തങ്ങളാകുന്ന ആ ജീവന്റെ ഔഷധം നമ്മൾ പാനം ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവനുള്ളവരാകുക. ഈശോ പറഞ്ഞതുപോലെ സമൃദ്ധമായ ജീവൻ പ്രാപിക്കുവാൻ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം, ഈ ദിവ്യകാരുണ്യ അനുഭവം നമ്മെ പ്രാപ്തരാക്കും. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ചിലവഴിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നവരാണ്. ജീവിതം ദിവ്യകാരുണ്യമായി മാറ്റുവാൻ ആഗ്രഹിക്കുന്നവരാണ്. വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ചിലവിടുമ്പോൾ ജീവന്റെ പ്രവൃത്തികൾ നമ്മിൽ നിന്ന് ഉളവാകും. ഈശോയുടെ ജീവൻ നമ്മിലൂടെ പ്രതിഫലിക്കും. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ സ്നേഹത്തിന്, നമ്മുടെ പ്രവൃത്തികൾക്ക് എല്ലാം ദൈവികമായ ഒരു ചൈതന്യം, ഒരു കാരുണ്യം, ഒരു ദൈവിക സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങും. നമുക്കും മറ്റുള്ളവർക്കും അത് അനുഭവവേദ്യമാകും. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു വരുന്ന, വിശ്വാസത്തോടെ അണയുന്ന ഒരുവനെയും അവിടുന്ന് തള്ളിക്കളയുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: പിതാവ് എനിക്കു നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിതാവ് നൽകുന്നവരാണ് ഈശോയുടെ അടുക്കലേക്ക് വരുന്നത്. പിതാവിൻ്റെ ആകർഷണമില്ലാതെ ആർക്കും ഈശോയുടെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല.
പിതാവിൻ്റെ ആകർഷണം ലഭിച്ച് വിശ്വാസത്തോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിയും തള്ളിക്കളയപ്പെടുന്നില്ല. ഒരിക്കലും അവനെ ഞാൻ തള്ളിക്കളയുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത്. ഈശോ തൻ്റെ ജീവൻ, തൻ്റെ സ്നേഹം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കും. അതാ ശരീരരക്തങ്ങൾ പാനം ചെയ്യുമ്പോഴും ഭക്ഷിക്കുമ്പോഴും വിശ്വാസത്തോടെ നമ്മൾ സമീപിക്കുമ്പോഴും അവിടുത്തെ സ്നേഹവും ജീവനും നമ്മളിലേക്ക് പ്രവഹിക്കും. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം നമ്മളെ അത്രയധികമായി സ്നേഹിച്ച പിതാവ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയാക്കി, ബലിവസ്തുവാക്കി, നമുക്ക് വേണ്ടി ആഹാരമാക്കി, ജീവന്റെ കനിയാക്കി, ജീവന്റെ ഭോജ്യമാക്കി. യഥാർത്ഥമായ അപ്പം, ജീവന്റെ അപ്പം, ദൈവം നൽകുന്ന അപ്പം, ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ ആയിരിക്കുവാൻ ലഭിക്കുന്ന നിമിഷങ്ങൾ എത്രയോ ഭാഗ്യപ്പെട്ടതാണ്. അനേകർ ഇത് ആഗ്രഹിച്ചു, അവർക്കിത് ലഭിച്ചില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ കാണുന്നത് കാണുവാൻ അനേകർ ആഗ്രഹിച്ചു, പക്ഷേ അവരത് കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ അനേകർ ആഗ്രഹിച്ചു, പക്ഷേ അവർക്കത് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ ഈശോയെ കേട്ടിരുന്നവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കാൻ എന്തടയാളമാണ് നീ ചെയ്യുക? ഇതാ വിശ്വസിക്കുവാൻ നമുക്ക് വേണ്ടി ഈശോ തന്ന അടയാളമാണ്, അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ അടയാളത്തെ, ഈ അപ്പത്തെ വിശ്വസിക്കാൻ എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആയിരിക്കുമ്പോഴും ഈ അപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിനുള്ളിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം വിശ്വാസത്തിൻ്റെ നയനങ്ങൾ കൊണ്ട് ദർശിക്കുവാൻ എനിക്കാവുന്നുണ്ടോ? ആ സജീവമായ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തോടുകൂടെയാണോ ഞാൻ അവിടുത്തെ സ്വീകരിക്കുന്നത്? അവിടുത്തെ സന്നിധിയിൽ ആകർഷിക്കപ്പെടാതെ, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും കടന്നു വരാനാവില്ല. ഈശോയുടെ സന്നിധിയിലേക്ക് ഈ മണിക്കൂറിൽ നാം ആകർഷിക്കപ്പെട്ടു എങ്കിൽ, ഈശോയുടെ സന്നിധിയിലേക്ക് ഈ മണിക്കൂറിൽ നമുക്ക് കടന്നു വരാനായിരിക്കുന്നു എങ്കിൽ, ഒരു മണിക്കൂർ അവിടുത്തോടുകൂടി ചിലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, അത് പിതാവിൻ്റെ പ്രത്യേകമായ ഒരു സ്നേഹത്തിൻ്റെ ആകർഷണം നമ്മുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞതുകൊണ്ടാണ്. അവിടുത്തെ ഈ ആകർഷണ വലയത്തിൽ ചേർന്നിരുന്ന്, ആ ആകർഷണ വലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് വിശ്വാസത്തോടെ അവിടുത്തോട് ഹൃദയം കൊണ്ട് സംവദിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ സ്നേഹത്താൽ നിറയും. അവിടുത്തെ സ്പന്ദിക്കുന്ന ഹൃദയത്തിൻ്റെ തുടിപ്പ് നമുക്കറിയാനാവും, അനുഭവിക്കാനാവും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ യേശുവിൻ്റെ മാറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ആ ഹൃദയത്തിൻ്റെ സ്നേഹം നുകർന്നെടുത്തു. പരിശുദ്ധ പാപ്പ പറഞ്ഞതുപോലെ പാനീയമായി നൽകുന്ന ആ സ്നേഹം ദിവ്യകാരുണ്യത്തിൽ നിന്ന് നുകർന്നെടുക്കാൻ നമുക്ക് കഴിയണം. അവിടുന്ന് പകർന്നു തരുന്ന ജീവൻ സ്വീകരിക്കുവാൻ, ജീവൻ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവന്റെ അപ്പമെന്നാണ് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കുന്നത്. ഈ ജീവന്റെ അപ്പത്തിൽ ജീവൻ തുടിക്കുന്ന സാന്നിധ്യമുണ്ട്. മരിച്ച ഈശോ ഉത്ഥിതനായി എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ച് അവരോട് തന്നെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തില്, തിരുലിഖിതങ്ങളില്, സങ്കീർത്തനങ്ങളില്, പ്രവാചകന്മാരില് എഴുതിയിരുന്നതെല്ലാം പഠിപ്പിച്ച് ഓർമ്മിപ്പിച്ച് അവരുടെ കൂടെ നടന്നപ്പോൾ
അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ച് അവിടുന്ന് അപ്രത്യക്ഷനായപ്പോൾ, അപ്പത്തിനുള്ളിലേക്ക് അവിടുന്ന് പ്രവേശിച്ചപ്പോൾ അവരുടെ കണ്ണുകള് തുറക്കപ്പെട്ടു. ജീവന്റെ അപ്പമായി ആ കൂദാശ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. പുതുജീവൻ പ്രാപിച്ച അനുഭവത്തില് അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പറിഞ്ഞ് അവര് പറയുകയാണ് പരസ്പരം, വഴിയിൽ വച്ച് അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അതെ, ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ആ ഹൃദയത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ, ആ ഹൃദയത്തിന്റെ തുടിപ്പ് നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ ഹൃദയത്തിന്റെ സ്പന്ദനം നമ്മൾ കേൾക്കുമ്പോൾ, ആ ഹൃദയത്തിന്റെ മുറിവ് നമ്മൾ കാണുമ്പോൾ, ആ ഹൃദയത്തിന്റെ ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ ഹൃദയത്തിന്റെ സാന്ത്വനം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങള് പുത്തനാക്കപ്പെടും. അതെ, അവിടുന്ന് പറഞ്ഞു, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 19-ാം തിരുവചനത്തിലും 36-ാം അധ്യായം 26-ാം തിരുവചനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. അതെ, മാംസളമായ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ ഒരു സാന്നിധ്യം ദിവ്യകാരുണ്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അത് നമുക്ക് സാധിക്കുന്നത് വിശ്വാസത്താലാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ജീവനുള്ള അപ്പമാണ്. അവിടുത്തെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ദിവ്യകാരുണ്യ അപ്പത്തിലുള്ള അവിടുത്തെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ കണ്ണുകള് തുറക്കപ്പെടണം, നമ്മുടെ കാതുകള് തുറക്കപ്പെടണം, നമ്മുടെ ഹൃദയം തുറക്കപ്പെടണം. ഈശോയുടെ സാന്നിധ്യത്തെ സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറന്നു കൊടുക്കണം. അതാ സമറായ സ്ത്രീ തൻ്റെ ഹൃദയം ഈശോയ്ക്കായി തുറന്നു കൊടുത്തു. സക്കേവൂസ് തൻ്റെ ഭവനം, തൻ്റെ ഹൃദയം ഈശോയ്ക്കായി തുറന്നു കൊടുത്തു. രക്ഷയുടെ അനുഭവം സക്കേവൂസ് സ്വന്തം ഹൃദയത്തില്, ജീവിതത്തില്, ഭവനത്തില്, കുടുംബത്തില് അനുഭവിച്ചു. ഈശോ പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈശോയുടെ സന്നിധിയിലേക്ക്, ഈശോയുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ഈ രക്ഷയുടെ അനുഭവം, ജീവന്റെ അനുഭവം പ്രാപിക്കേണ്ടവരാണ്. എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അവരെ ഉയിർപ്പിക്കണം എന്നതാണ് പിതാവിൻ്റെ ഇഷ്ടമെന്ന് ഈശോ പഠിപ്പിച്ചു. അതെ, അടുത്തു വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയില്ല. മരിച്ചാലും അവനെ ഉയിർപ്പിക്കും. നിത്യജീവനിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. അതെ, നിത്യജീവന്റെ കൂദാശയാണ് ദിവ്യകാരുണ്യം. ജീവന്റെ അപ്പമാണ് ദിവ്യകാരുണ്യം. മറ്റാരുമല്ല അത് പറഞ്ഞത്, ഈശോ തന്നെയാണ് പറഞ്ഞത്. ഞാനാണ് ജീവന്റെ അപ്പം. നശ്വരമായ അപ്പം നശ്വരമായ നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഈശോ നൽകുന്ന ദിവ്യകാരുണ്യമാകുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള ഈ അപ്പം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുകയാണ്, നമ്മിൽ നിത്യജീവനെ പരിപോഷിപ്പിക്കുകയാണ്. ഈ ഭൂമിയിൽ നമുക്കാർക്കും
നിത്യമായ ജീവിതമില്ല. തിരുവചനം പറയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം 70 വർഷമാണല്ലോ മനുഷ്യൻ്റെ ആയുസ്. ഏറിയാൽ അത് 80 വർഷം. അതെ, വളരെ ചുരുങ്ങിയ കാലമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ള ജീവിതം. എന്നാൽ നിത്യമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാക്കുവാൻ ഈശോയുടെ ജീവൻ നമ്മിലേക്ക് നിറയുമ്പോൾ, ഈശോയിൽ വിശ്വസിക്കുമ്പോൾ, ഈശോയെ ഭക്ഷിക്കുമ്പോൾ, ഈശോയെ പാനം ചെയ്യുമ്പോൾ, ഈശോയെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. ആ നിത്യജീവന്റെ പ്രതീക്ഷയോടെ, ആ നിത്യജീവനെക്കുറിച്ചുള്ള ആഗ്രഹത്തോടെ, നിത്യജീവൻ പ്രാപിക്കുവാനുള്ള പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി തുടിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ദിവ്യകാരുണ്യ സാന്നിധ്യമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. തിരുവോസ്തിയിൽ ഞങ്ങൾക്കായി അപ്പത്തിൻ്റെ രൂപത്തിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുത്തെ തുടിക്കുന്ന ഹൃദയം, മാംസളമായ ഹൃദയം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട്, വിശ്വാസത്തിൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അവിടുത്തെ സ്നേഹം, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ അവിടുത്തെ സ്നേഹം, നിത്യവും ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ തിരുവോസ്തിയായി മാറിയ അവിടുത്തെ സ്നേഹം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവനായി തീരുവാൻ അപ്പമായി തീർന്ന, ഞങ്ങളുടെ ആഹാരമായി മാറിയ അവിടുത്തെ സ്നേഹം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങളുടെ നിസാരതയെ, ഞങ്ങളുടെ ഹൃദയശൂന്യതയെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുത്തെ സ്നേഹം നിറച്ച്, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങയെ ഉൾക്കൊണ്ട്, അങ്ങയുടെ ഹൃദയത്തിൻ്റെ ചൂടും അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്വാന്തനവും അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരുന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കട്ടെ. സ്വർഗത്തിൽ അങ്ങയെ കണ്ടാരാധിക്കുന്ന മാലാഖമാരോട് ചേർന്ന് അങ്ങയെ വിശ്വാസത്തോടെ ഭൂമിയിൽ കണ്ടാരാധിക്കുകയും സ്വർഗത്തിൽ അങ്ങയോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന എല്ലാ വിശുദ്ധ ആത്മാക്കളോടും ചേർന്നുകൊണ്ട്, സകല സ്വർഗീയ വൃന്ദത്തോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്നേഹഭോജ്യമേ, ഓ വിശുദ്ധ കൂദാശയെ, ജീവന്റെ അപ്പമേ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ വാഴുന്ന അവിടുത്തെ സജീവ സാന്നിധ്യത്തെ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ കുദാശയിൽ അങ്ങയെ കണ്ടാ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നൽകാവുന്ന അവിടുത്തെ ഏറ്റവും പരമമായ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയെന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, തിരുസഭ പഠിപ്പിക്കുന്ന ആ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ അങ്ങയുടെ സജീവ സാന്നിധ്യം ഈ കുദാശയിൽ ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തോടെ, ആഴമാർന്ന വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നുവല്ലോ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. ഓ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ ദൈവമായി ഈ കുദാശയിൽ സന്നിഹിതനായിരിക്കുമ്പോൾ, ഈ കുദാശയിൽ അങ്ങയുടെ സാന്നിധ്യത്തെ വിശ്വാസത്തിൻ്റെ നേത്രങ്ങൾ കൊണ്ട് ദർശിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ ആശീർവാദം അയക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക്, ഞങ്ങളുടെ ബന്ധങ്ങളിലേക്ക്, ഞങ്ങളുടെ അനുദിന ജീവിതാനുഭവങ്ങളിലേക്ക് കർത്താവെ അവിടുത്തെ സാന്നിധ്യം കടന്നു വരട്ടെ.
അവിടുത്തെ ആശീർവദിക്കുന്ന സാന്നിധ്യം കടന്നു വരട്ടെ. ഓ ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദിവ്യകാരുണ്യത്തിന്റെ തിരുമുമ്പിലായിരുന്നു കൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയാണ്. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയുടെ ഗീതം ഉയർത്തുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിച്ചു പാടുന്നു.
അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഞങ്ങളോട് അരുളി ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, അങ്ങയുടെ അടുക്കലേക്ക് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അധ്വാനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുമായി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നോവുകൾ ഈശോയെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഞങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികൾ, കർത്താവെ, എല്ലാം അങ്ങേക്കറിയാം. ഒന്നും അങ്ങേക്ക് അജ്ഞാതമല്ല. 1000 സൂര്യനേക്കാൾ 10 മടങ്ങ് ശോഭയേറിയ അവിടുത്തെ കണ്ണുകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കാണുന്നുവല്ലോ. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നോക്കി കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയമായിരിക്കുന്ന അവസ്ഥയിൽ അവിടുന്ന് ഞങ്ങളെ കാണുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ഭാരമുള്ളതാണ്, ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നതാണ്, ഞങ്ങളുടെ ഹൃദയം തളർന്നതാണ്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ശോഷിച്ചതാണ്, ഞങ്ങളുടെ ഹൃദയം ദുഷിച്ചതാണ്, ഞങ്ങളുടെ ഹൃദയം മാലിന്യമുള്ളതാണ്. കർത്താവെ, അതെ, ഇന്ന് പരിശുദ്ധ പിതാവ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയത്തിന് മൂല്യശോഷണം സംഭവിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയം വചനം പറയുന്നത് പോലെ കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം അത് ദുഷിച്ചതാണ്. കർത്താവെ, ഞങ്ങളുടെ ഈ ദുഷിച്ച ഹൃദയത്തെ അങ്ങയുടെ തിരുമുൻപില് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് കഴുകി വെടിപ്പാക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ അനുതാപമാർന്ന ഹൃദയത്തോടെ ദാവീദ് ദീർഘദർശി പ്രാർത്ഥിച്ചുവല്ലോ. കർത്താവെ, നുറുങ്ങിയ ഹൃദയത്തെ ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയുകയില്ല. നിർമ്മലമായ ഒരു ഹൃദയത്തെ അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹൃദയ നൈർമല്യത്തിനായി ദാവീദ് ദീർഘദർശി അനുതാപത്തോടെ പ്രാർത്ഥിച്ചു. അതെ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലായിരുന്നു കൊണ്ട് നൈർമല്യമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയെ ആരാധിക്കുവാൻ തക്ക യോഗ്യതയൊന്നും ഞങ്ങളുടെ ഹൃദയത്തിനില്ല ഈശോ. ഞങ്ങളുടെ ഹൃദയം അതായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങേക്ക് സമർപ്പിച്ച് ഹൃദയപൂർവ്വം ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയാണ്. മാനുഷികമായ ദൗർബല്യങ്ങളാൽ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയം ദൈവികമായ ഒരു സമ്പന്നതയാൽ നിറയപ്പെടാൻ, ദൈവികമായ ഒരു സ്നേഹത്താൽ നിറയപ്പെടാൻ ദാഹിച്ചുകൊണ്ട് കർത്താവെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന്റെ മുൻപിൽ ഞങ്ങൾ ആരാധനാ നിമഗ്നരാകുന്നു. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ ഹൃദയമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്തം വാർന്ന് ഒഴുകുവാൻ
ഞങ്ങൾക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെടുവാൻ അവസാന തുള്ളി രക്തവും കൂടി പകർന്നു തരുവാൻ തിരുമനസ്സായ സ്നേഹമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ആരാധനയുടെ മണിക്കൂറിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുഴുവൻ സ്നേഹവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ, പാപപങ്കിലമായ കളങ്കമുള്ള ഈ ഹൃദയത്തെ കർത്താവെ, ഞങ്ങൾ ആത്മാർത്ഥതയോടെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കാഴ്ചയായി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതമാകുന്ന, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളാകുന്ന, ഞങ്ങളുടെ പ്രതീക്ഷകളാകുന്ന, ഞങ്ങളുടെ സ്വപ്നങ്ങളാകുന്ന എല്ലാം കർത്താവെ, അങ്ങയുടെ തിരുമുൻപിൽ അടിയറ വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കാകുന്നതുപോലെ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുൻപിൽ ഞങ്ങൾ നമ്രശിരസ്കരാകുന്നു. ഓ ഈശോയെ, നിന്റെ അതിരറ്റ സ്നേഹത്തെ, നിന്റെ അതിരറ്റ കാരുണ്യത്തെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. മറ്റാരോടും തുലനം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ലാത്ത വിധം എല്ലാ സ്നേഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അളവറ്റ സ്നേഹം കർത്താവെ, അങ്ങേ ഹൃദയത്തിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതിരറ്റ സ്നേഹം, ഓരോ പ്രഭാതത്തിലും പുതുതായ സ്നേഹം, ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, അപ്പനും അമ്മയും കൈവിട്ടാലും കൈവിടാത്ത സ്നേഹം. ഓ ദിവ്യകാരുണ്യമേ, ആ സ്നേഹ സാന്നിധ്യമാണല്ലോ ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്. ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ഞങ്ങളെ ഒരിക്കലും സംശയിക്കാത്ത, ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത, ഞങ്ങളെ മാറോട് ചേർത്തണയ്ക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ കുദാശയിൽ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സ്നേഹമേ, അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് അനവരതം ആരാധന. പരിശുദ്ധൻ 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 എന്ന് അനവരതം അങ്ങയെ പ്രകീർത്തിച്ച് ആരാധിക്കുന്ന മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ഭൂമിയിൽ അങ്ങയെ സ്നേഹിച്ചാരാധിക്കുന്ന എല്ലാ സ്നേഹഹൃദയങ്ങളോടും ചേർത്ത് വെച്ച് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ സമയം വിശുദ്ധ കുർബാനയുടെ സഭയുടെ പരമമായ ആരാധനയിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാനയിൽ അങ്ങയെ ആരാധിക്കുന്ന ദൈവജനത്തോട് ചേർന്ന് ഈ ഭൂമിയിൽ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന, ഈ സമയം അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളോടും പരിശുദ്ധ കുർബാനയോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഈ ആരാധനയുടെ നിമിഷങ്ങളെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ സമീപത്ത് വരുന്ന ഒരുവനെയും ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ ഈശോയെ, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ എന്ന് ശിഷ്യന്മാരോട് താണു ചോദിച്ച ഈശോയെ, ഇതാ ഈ മണിക്കൂറിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അങ്ങയുടെ ഹൃദയത്തോട് ഞങ്ങളുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ അങ്ങേക്ക് നന്നായി അറിയാം. എനിക്ക് നിന്നെ നന്നായി അറിയാമെന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. അതേ കർത്താവേ, അങ്ങ് ഞങ്ങളെ നന്നായി അറിയുന്നു. ഞങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതലായി അങ്ങ് ഞങ്ങളെ അറിയുന്നു. ഞങ്ങളെ വ്യക്തിപരമായി അറിയുന്ന ദൈവമേ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ അംഗീകരിക്കുന്ന ദൈവമേ, യാതൊരു വ്യവസ്ഥയും കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഞങ്ങൾ ഏതൊരവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന ദൈവമേ,
അവിടുത്തെ കാരുണ്യത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് തമ്പുരാനെ, മറ്റാരും തരാത്ത സ്നേഹം ഈ കുദാശയിൽ ഇരുന്നു കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകുകയാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിൽ നിന്ന് ഈശോയെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നെടുവീർപ്പുകളെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുകയാണ്. അങ്ങ് ഞങ്ങളെ പൂർണ്ണമായും പരിശോധിച്ചറിയുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന, ഞങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ദൈവീക സാന്നിധ്യത്തിൻ്റെ മുൻപിലാണ് ഞങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ കണ്ണാടിയിലൂടെ എന്നതുപോലെയാണ് അങ്ങയെ കാണുന്നത്. എന്നാൽ ഞങ്ങളെ അവിടുന്ന് വ്യക്തമായി കാണുന്നു. ഒരിക്കൽ ഞങ്ങൾ അങ്ങയെ മുഖാമുഖം ദർശിക്കും. ആ മുഖാമുഖ ദർശനത്തിൻ്റെ ഒരു മുന്നാസ്വാദനമാണല്ലോ ഇവിടെ ഈ ദിവ്യകാരുണ്യത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓ ഈശോയെ, അവിടുത്തെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹത്താൽ സ്പന്ദിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹത്താൽ ജീവൻ സമർപ്പിച്ച ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഈശോയെ, നിന്റെ ജീവൻ, നിന്റെ സമൃദ്ധമായ ജീവൻ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ തണുത്തുറഞ്ഞ ഹൃദയത്തിൻ്റെ അവസ്ഥകളിലേക്ക് നിന്റെ ചൂടുള്ള സ്നേഹം നീ പകരണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തിലേക്ക് നിന്റെ ഹൃദയത്തിൻ്റെ മൃദുലത നീ പകരണമേ. ശിലാഹൃദയം പോലെയുള്ള ഞങ്ങളുടെ അവസ്ഥകളെ കർത്താവേ നീ മാംസളമാക്കണമേ. നിന്റെ മാംസള ഹൃദയത്തിൻ്റെ ആ മാംസള ഹൃദയത്തിൻ്റെ സവിശേഷതകൾ കർത്താവെ ഞങ്ങളിലേക്ക് പകരണമേ. ഇതാ ഞങ്ങൾ അങ്ങയോട് ചേർന്നിരിക്കുന്നു. കർത്താവിനോട് നിങ്ങൾ ചേർന്നു നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവെ, ഈ മണിക്കൂറിൽ അങ്ങേ ദിവ്യകാരുണ്യ ഹൃദയത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. അവിടുത്തെ ഹൃദയം ഞങ്ങളുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കണമേ. കർത്താവെ, അങ്ങയിൽ ആശ്രയിച്ചവരാരും ഒരിക്കലും ഭഗ്നാശരായിട്ടില്ല. കർത്താവെ, അങ്ങയുടെ അടുക്കൽ വന്നിട്ട് ആരാണ് വെറുങ്കയ്യോടെ പോയിട്ടുള്ളത്? കർത്താവെ, ഇതാ ശൂന്യമായ കരങ്ങളോടെ, ശൂന്യമായ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഹൃദയശൂന്യതയിലേക്ക് നിന്റെ ഹൃദയത്തിൻ്റെ സമ്പന്നത പകരണമേ. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ശിഷ്യപ്രമുഖനായ പത്രോസ് ശ്ലീഹ അന്ന് പറഞ്ഞ വാക്കുകൾ ഇതാ ഞങ്ങളും ഏറ്റുപറയുകയാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ. അതെ, ഞങ്ങളുടെ ഹൃദയത്തോട് ജീവന്റെ വചസ്സുകൾ അവിടുന്ന് ഉരുവിടണമേ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തോട് അവിടുന്ന് മന്ത്രിക്കണമേ. ജീവൻ തുടിക്കുന്ന അവിടുത്തെ വാക്കുകൾ, അതെ, അങ്ങ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറയുന്നത് പോലെ, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വാക്കുകൾ, ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവെ, നിന്റെ ജീവൻ തുടിക്കുന്ന ആ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തോട് നീ മന്ത്രിക്കണമേ. ദൈവത്തിൻ്റെ ആ സ്വരത്തിന് നമുക്ക് കാതോർക്കാം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളോട് സംവദിക്കുന്ന നിമിഷങ്ങളാണിത്. ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന, ജീവനോടെ ഇരിക്കുന്ന ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകൾ നമുക്ക് അവിടത്തേക്ക് കൊടുക്കാം.
നമ്മുടെ ആന്തരിക നയനങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയിലേക്ക് നമുക്ക് കേന്ദ്രീകരിക്കാം. നമ്മളോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയവുമായി നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ ആശ്ലേഷിക്കാൻ നീട്ടിയിരിക്കുന്ന കരങ്ങളുമായി നമ്മിലേക്ക് തൻ്റെ ആശ്വാസം പകരാൻ, നമ്മളെ തൻ്റെ മാറോടണയ്ക്കാൻ നീട്ടിയ കരങ്ങളുമായി ദിവ്യകാരുണ്യത്തിൽ അവിടുന്നുണ്ട്. വിശ്വാസത്തോടെ അവിടുത്തെ തിരുമാറിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ മാറിലേക്ക് തന്നെ ചേർത്ത് വെച്ചതുപോലെ, ആ മാറിലേക്ക് ചാരിക്കിടന്നതുപോലെ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസാന്നിധ്യത്തിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകളെ നമുക്ക് കൂർപ്പിക്കാം. ഈശോ നമ്മോട് സംവദിക്കുന്നത് നമുക്ക് കേൾക്കാം. കുഞ്ഞേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. മലകൾ മാറ്റപ്പെട്ടേക്കാം, കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം, പക്ഷേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അതൊരിക്കലും നിന്നെ പിരിയുകയില്ല. എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. ഇതാ, എൻ്റെ ആശ്വാസം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സാന്ത്വനം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല എൻ്റെ സമാധാനം, അത് ഞാൻ നിനക്ക് തരുന്നു. ഞാൻ നൽകുന്ന സമാധാനം അതാർക്കും നിന്നിൽ നിന്ന് എടുത്തു കളയാനാകുന്നതല്ല. ആർക്കും എടുത്തു കളയാൻ പറ്റാത്തൊരു സമാധാനം മകനെ, മകളെ, നിമിഷങ്ങളിൽ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയാൻ കൊതിക്കുന്നു. നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. ഇതാ അവിടുന്ന് വാതിൽക്കൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് ഹൃദയം തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുക്കലേക്ക് വരും, ഞാൻ അവനോട് കൂടെ വസിക്കും. അതേ, കൂടെ വസിക്കുന്ന ദൈവമാണ്, ആ കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഈ തിരുവോസ്തിയിൽ നാം ദർശിക്കുന്നത്. കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഉയരാം. എൻ്റെ കൂടെ വസിക്കുന്ന ദൈവം, എമ്മനുവേലായി കൂടെ വസിക്കുന്നവൻ, എനിക്ക് ആഹാരമാകുവാൻ അപ്പമായവൻ, എൻ്റെ അടുക്കലായിരിക്കാൻ തിരുവോസ്തിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഏകാന്തതയിൽ വാഴുന്നവൻ, എൻ്റെ സ്നേഹത്തിനും എൻ്റെ സാന്നിധ്യത്തിനും കൊതിക്കുന്ന എൻ്റെ ഈശോ, തന്നെ പകുത്തു നൽകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഈശോ, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോ. ഓ ഈശോയെ, അങ്ങേ ഞാൻ സ്നേഹത്തോടെ ഈ തിരുവോസ്തിയിൽ കണ്ടാരാധിക്കുന്നു, വിശ്വസിച്ച് ആരാധിക്കുന്നു, ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. എൻ്റെ സമസ്തവും അങ്ങേക്ക് സമർപ്പിച്ച് ആരാധിക്കുന്നു. എൻ്റെ ജീവനെ സമർപ്പിച്ച് ആരാധിക്കുന്നു, എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഈശോയെ, എന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ആരാധിക്കുന്നു. എന്നെ ഒരു കാഴ്ചയായി ഞാൻ സമർപ്പിക്കുന്നു, എന്നെ ഒരു ബലിവസ്തുവായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, എനിക്കു നീ മതി, എനിക്കു നീ മതി, നീ മാത്രം മതി. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം
നീ നിത്യമഹോന്നതമത്തം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമറത്തം നീ മത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തം നീ നിത്യമഹോന്നതമത്തം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ നിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാ മിശിഹാതൻ ദിവ്യമിണം വാഴ്ത്തിടുവിൻ പരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാ വൈഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നന്മതയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ